എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഹിന്ദി പാഠപുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഈ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലുള്ള TV എന്ന തിരക്കഥയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, ഹിന്ദി മിത്രം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, टीवी नामक पटकथा की ओर जाने से पहले मैं जानना चाहता हूं कि क्या आप लोग पटकथा से परिचित हैं? അപ്പോൾ TV എന്ന ഈ തിരക്കഥ പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് എനിക്കറിയേണ്ടത് നിങ്ങൾ ഇതിനു മുൻപ് തിരക്കഥ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. जहां तक मेरा विचार है कि अधिकांश छात्र पटकथा से परिचित नहीं होंगे. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷം കുട്ടികൾക്കും തിരക്കഥ എന്താണ് എന്ന് വ്യക്തമായൊരു ധാരണ ഇല്ല എന്നുള്ളതാണ്. പട്കഥ കാ മത്ലബ് ക്യാ ഹൈ? എന്താണ് ഈ തിരക്കഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? देखिए, ये पटकथा शब्द दो शब्दों के मेल से बना है. പട്കഥ എന്ന ഈ വാക്ക് രണ്ട് വാക്കുകൾ ചേർന്ന് ഉണ്ടായ ഒരു വാക്കാണ്. ഏക് ഹെ പട്ട് और दूसरा है കഥ. ഇതിലൊന്ന് പട്ട് എന്ന വാക്കും മറ്റേത് കഥ എന്ന വാക്കുമാണ്. കഥാ ശബ്ദ സെ ആപ് സഭി പരിചിത് ഹെ. അപ്പോൾ കഥ എന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കഥ മാനെ കഹാനി. കഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഹാനിയാണ്. तो पट का मतलब क्या है? എന്നാൽ എന്താണ് പട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പട്ട് का मतलब है पर्दा यानी स्क्रीन. അപ്പോൾ പട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് पर्दा എന്നാണ്, അതായത് സ്ക്രീൻ. अर्थात पटकथा माने ऐसी कथा जो पर्दे पर दिखाई जाए. അപ്പോൾ പട്കഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എപ്രകാരമുള്ള കഥയാണ്? ജോ പർദേ പർ ദിഖായി ജായ്. അപ്പോൾ ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കത്തക്കവണ്ണം എഴുതി തയ്യാറാക്കിയ കഥാരൂപത്തെയാണ് തിരക്കഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കഥ വായനക്കാരെയും അതുപോലെ കേൾവിക്കാരെയുമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തിരക്കഥ കാഴ്ചക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. കാരണം അതൊരു സ്ക്രീനിൽ പ്രദർശിപ്പിക്കേണ്ടുന്നതാണ്. अतः हमें एक कहानी को फिल्माने के लिए अर्थात उसे एक सिनेमा या लघु सिनेमा के रूप में बदलने के लिए हमें पहले क्या करना होगा? ഇപ്പോൾ ഒരു കഥയെ നമുക്ക് ചിത്രീകരിക്കുന്നതിന്, അതായത് അതിനെ ഒരു സിനിമയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ ഒക്കെ ആക്കി മാറ്റുന്നതിന് നാം ആദ്യം എന്താണ് ചെയ്യേണ്ടത്? हमें पहले उस कहानी को एक पटकथा के रूप में बदलना होगा. അപ്പോൾ നാം ആദ്യം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആ കഥയെ ഒരു തിരക്കഥയാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്കതിനെ ഒരു സിനിമയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ ഒക്കെയാക്കി ചിത്രീകരിക്കുവാൻ കഴിയും. तो देखिए बच्चों, आपकी हिंदी पाठ्यपुस्तिका में TV नामक एक पटकथा है, पन्ना संख्या 10 में. അപ്പോൾ നിങ്ങളുടെ ഹിന്ദി പാഠപുസ്തകത്തിൽ 10ാമത്തെ പേജ് മുതൽ TV എന്ന പേരുള്ള ഒരു തിരക്കഥ നൽകിയിട്ടുണ്ട്. इस पटकथा के जरिए हमें देखना है कि एक पटकथा लिखते समय हमें किन किन बातों पर ध्यान देना है. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള TV എന്ന പേരുള്ള ഈ തിരക്കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് एक पटकथा लिखते समय हमें किन किन बातों पर ध्यान देना है. ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത് നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. साथ ही साथ TV का जो इतिहास है उससे भी हमें परिचित होने का अवसर है. അപ്പോൾ TV എന്ന ഈ തിരക്കഥയിലൂടെ TVയുടെ ചരിത്രത്തെ കുറിച്ച് കൂടി നമുക്ക് പഠിക്കുവാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു കാലഘട്ടത്ത് TV ആദ്യമായി എത്തിയപ്പോൾ അത് കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാക്കിയ കൗതുകം അത് എത്രത്തോളമാണെന്ന് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തേക്ക് കൂടി ഈ തിരക്കഥ നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. तो देखिए बच्चों, टीवी नामक
इस पटकथा के रचनाकार कौन है? ആരാണ് ടി വി എന്ന ഈ തിരക്കഥ എഴുതിയത്? വരുൺ ഗ്രോവറിനെ. വരുൺ ഗ്രോവർ എന്ന തിരക്കഥാകൃത്താണ് ടി വി എന്നു പേരുള്ള ഈ തിരക്കഥ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഹിന്ദി സിനിമാ രംഗത്തെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തും ഗാനരചയിതാവും അതുപോലെ തന്നെ സംവിധായകനുമാണ്. तो देखिए बच्चों, टीवी नामक पटकथा की शुरुआत में एक चित्र है. ടി വി എന്നു പേരുള്ള തിരക്കഥയുടെ ആരംഭത്തിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. പന്നസംഖ്യ 10 സര देखिए. 10ാമത്തെ പേജ് ഒന്ന് ശ്രദ്ധിക്കുക. ചിത്ര में क्या क्या दिखाई देते हैं? അപ്പോൾ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? ചിത്ര में कई घर हैं. ഈ ചിത്രത്തിൽ ധാരാളം വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. तो देखिए, घरों के ऊपर डंडों पर क्या लगे हैं? അപ്പോൾ ഈ വീടുകളുടെ മുകളിലായി നീളമുള്ള കമ്പിൽ എന്താണ് പിടിപ്പിച്ചിട്ടുള്ളത്? ये तो एंटीना है. ഇത് ആന്റിനയാണ്. क्या आप लोग एंटीना से परिचित हैं? ആന്റിന എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? शायद आप लोग इससे परिचित नहीं होंगे. ഒരുപക്ഷെ ഈ ആന്റിന എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല. शुरू में टीवी सिग्नल पाने के लिए इस प्रकार के एंटीना का इस्तेमाल किया करते थे. അപ്പോൾ ആരംഭ കാലഘട്ടത്ത് അല്ലെങ്കിൽ ടി വി ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ എത്തിയ ആ ഒരു കാലഘട്ടത്ത് ടി വി സിഗ്നലുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള ആന്റിനയാണ് ഉപയോഗിച്ചിരുന്നത്. लेकिन आजकल डिश एंटीना, सेट टॉप बॉक्स आदि के जरिए हमें टीवी सिग्नल प्राप्त होते हैं. അപ്പോൾ എന്നാൽ ഇക്കാലത്ത് ആന്റിന ഉപയോഗിച്ചല്ല നാം ടി വി സിഗ്നലുകൾ റിസീവ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ്? ഡിഷ് ആന്റിനയിലൂടെയും സെറ്റ് ടോപ്പ് ബോക്സിലൂടെയും ഒക്കെയാണ് ടി വി സിഗ്നലുകൾ ലഭ്യമാകുന്നത്. ആകെ ഹമേ ടിവി നാമക് പട്കഥാ കി ഓർ ധ്യാൻ ദേനാ ഹൈ. ഇനി നമുക്ക് ടി വി എന്നു പേരുള്ള ആ തിരക്കഥ പരിചയപ്പെടാവുന്നതാണ്. देखिए, यहाँ टीवी नामक इस पटकथा की शुरुआत में सीन नंबर दिया है. അപ്പോൾ ഇവിടെ ടി വി എന്നു പേരുള്ള ഈ തിരക്കഥയുടെ ആരംഭത്തിൽ സീൻ നമ്പർ നൽകിയിട്ടുണ്ട്. സീൻ 1 എന്ന സീൻ 1. ഇത് ഈ തിരക്കഥയുടെ ആദ്യത്തെ സീനെയാണ് സൂചിപ്പിക്കുന്നത്. സീൻ നമ്പർ ലിഖ്നെ കെ ബാദ് ക്യാ ലിഖാ ഹെ? അപ്പോൾ ഇവിടെ ആ സീൻ നമ്പർ നൽകിയതിനു ശേഷം പിന്നെ എന്താണ് നൽകിയിട്ടുള്ളത്? ഘട്നാസ്ഥൽ അർത്ഥാത് ലൊക്കേഷൻ ലിഖാ ഹെ. അപ്പോൾ സീൻ നമ്പർ എഴുതിയതിനു ശേഷം അതിന് തൊട്ടു താഴെയായി ആ സംഭവം നടക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ സീൻ എവിടെയാണ് ചിത്രീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യഹാ ലിഖാ ഹെ ഗോപു കെ ഘർ കെ ബാഹിർ കി കച്ചി സഡക്. അപ്പോൾ ഇവിടെ ഗോപു കെ ഘർ കെ ബാഹിർ കി, ഗോപുവിന്റെ വീടിന് പുറത്തുള്ള കച്ചി സഡക്, വളരെയധികം പഴക്കം ചെന്ന ഒരു റോഡാണ് അല്ലെങ്കിൽ ദൃഢമല്ലാത്ത മെറ്റലുകളൊക്കെ ഇളകിയ ഒരു റോഡിലാണ് ഈ സീൻ ചിത്രീകരിക്കുന്നത്. അവർ ആകെ ക്യാ ലിഖാ ഹെ? അപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ എഴുതിയതിനു ശേഷം എന്താണ് എഴുതിയിട്ടുള്ളത്? ഘട്നാ കാ സമയ ലിഖാ ഹെ. അപ്പോൾ ആ സംഭവം നടക്കുന്ന സമയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എഖാൻ ലിഖാ ഹെ ദോപഹർ കെ 2 ബജെ ഹെ. ഉച്ചയ്ക്ക് 2 മണി സമയം. घटना का समय लिखने के बाद हमें दृश्य का लघु विवरण देना है. അപ്പോൾ ആ സംഭവം നടക്കുന്ന സമയം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സീനിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് നൽകേണ്ടത്. ഇസ്കെ അന്തർഗത്, അപ്പോൾ ഈ ലഘു വിവരണത്തിനുള്ളിൽ പാത്ര, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നും ഉൻകി ആയു, ആ കഥാപാത്രങ്ങളുടെ വയസ്സ്, പാത്രോം കി ചാൽ ചലൻ, കഥാപാത്രങ്ങളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് ആ സീനിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനയാണ് നൽകേണ്ടത്. देखिए, यहाँ दृश्य का लघु विवरण तो इस प्रकार दिया है. അപ്പോൾ ഇവിടെ ആ സീനിനെ സംബന്ധിക്കുന്ന ഒരു ലഘു വിവരണം ഇപ്രകാരമാണ് നൽകിയിട്ടുള്ളത്. പഹാഡി ഇലാഖ, പർവ്വതീയ പ്രദേശം, ഇലാഖ മേനെ പ്രദേശം, ദൂർ ദൂർ തക് ഫേലെ, വളരെ അകലങ്ങളിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന പഹാഡ് ദിഖ് രഹേ ഹെ, പർവ്വത നിരകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കരീബൻ 8-10 സാൽ കി ഉമ്ര കെ, കരീബൻ മേനെ ലഗ്ഭഗ്, ഏകദേശം 8-10 സാൽ കി ഉമ്ര കെ, 8-നും 10-നും മധ്യേ പ്രായമുള്ള 3 ബച്ചെ, 3 കുട്ടികൾ,
ഗോപു, ചുന്നി ഓർ ലല്ലു ഈ പേരുകളിലുള്ള 3 കുട്ടികളും കച്ചേ രാസ്തേ പർ ഖഡേ ഹെ ആ തകർന്ന റോഡിൽ അല്ലെങ്കിൽ ആ പഴക്കം ചെന്ന ആ റോഡിൽ ഖഡേ ഹെ നിൽപ്പുണ്ട്. ഗോപു ദേഖ്നെ സേ ഹി ബാക്കി ദോനോം പർ ഹാവി ലഗ്താ ഹെ. അപ്പൊ ഇതിൽ ഗോപു എന്ന ആ കുട്ടി ദേഖ്നെ സേ ഹി കാഴ്ചയ്ക്ക് തന്നെ ബാക്കി ദോനോം പർ മറ്റ് 2 കുട്ടികളുടെ മേലും, പ്രത്യേകിച്ചും അവിടെ ചുന്നി ലല്ലു എന്ന ആ മറ്റ് 2 കുട്ടികളുടെ മേലും ഹാവി ലഗ്താ ഹെ. ഹാവി മേനെ ഡൊമിനന്റ്, അധീശത്വമുള്ളവൻ. അതായത് അവർക്കിടയിൽ ഒരു ലീഡറുടെ പരിവേഷമുള്ള കുട്ടിയായിട്ട് ഗോപുവിനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. വോ ജമീൻ പർ ചുഗാ ഹെ അവൻ തറയിലേക്ക് കുനിയുന്നു. ചുഗിനാമേനെ കുനിയുക. അവൻ തറയിലേക്ക് കുനിയുന്നുണ്ട്. ഓർ കുച്ച് ഉഠാനേക്ക് കോശിഷ് കർ രഹാ ഹെ എന്നിട്ട് തറയിൽ നിന്ന് എന്തോ എടുക്കുന്നതിന് കോശിഷ് കർ രഹാ ഹെ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഉസ്കെ ഹാത്ത് മേ മകോഡ ഹെ അതാ അവന്റെ കയ്യിൽ മകോഡ ഹെ. മകോഡ മേനെ എ സ്മോൾ ഇൻസെക്ട്, അതായത് ഒരു ചെറിയ പുഴു. അപ്പോൾ ഗോപുവിന്റെ കയ്യിൽ ഒരു ചെറിയ പുഴുവുണ്ട്. അപ്പോൾ അവൻ തറയിൽ നിന്ന് കുനിഞ്ഞെടുത്തത് ആ ചെറിയ പുഴുവിനെയാണ്. तो देखिए बच्चों, दृश्य के इस लघु विवरण के बाद क्या लिखा है? സീനിനെ സംബന്ധിക്കുന്ന ഈ ഒരു ലഘു വിവരണത്തിന് ശേഷം എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? ആകെ സംവാദ് ലിഖാ ഹെ. അപ്പോൾ ഇനി ആ സീനിൽ കോൺവെർസേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗോപുവാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ബ്രാക്കറ്റ് നൽകിയിരിക്കുകയാണ് ചുന്നിക്കോ മകോഡ പകടാത്തേ ഹുയി. ചുന്നിയെ കൊണ്ട് ആ ചെറിയ പുഴുവിനെ പിടിപ്പിച്ചുകൊണ്ട്, അതായത് ആ ചെറിയ പുഴുവിനെ പിടിക്കുന്നതിന് ചുന്നിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഗോപു ഇപ്രകാരം പറയുകയാണ്, ഏലേ തെരാ പ്യാരാ മകോഡ. ചുന്നി ഇതാ പിടിച്ചോ, നിന്റെ പ്രിയപ്പെട്ട മകോഡ എന്ന് പറഞ്ഞിട്ട് അതിനെ അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുക്കുകയാണ്. അബ് ഖാ ഇസ്കി കസം. കസം മേനെ പ്രതിജ്ഞ അല്ലെങ്കിൽ ശപഥം. കസം ഖാന എന്ന് പറഞ്ഞാലോ പ്രതിജ്ഞ ചെയ്യുക അല്ലെങ്കിൽ ശപഥം ചെയ്യുക. അബ് ഖാ ഇസ്കി കസം. അപ്പൊ നീ ഇതിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ മകോഡെ അല്ലെങ്കിൽ ഈ ചെറിയ പുഴുവിനെ കയ്യിൽ വെച്ചുകൊണ്ട് നീ സത്യം ചെയ്യ് എന്ന് അവളോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കിടയിലുള്ള ഒരു വിശ്വാസമാണ് ഈ മകോഡെ, അതായത് ഈ ചെറിയ പുഴുവിനെ കയ്യിൽ വെച്ചുകൊണ്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഉറപ്പായും പാലിക്കേണ്ടതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് പാലിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ട്. അപ്പൊ ഈ സമയം ചുന്നി എന്താ ചെയ്യുന്നത്? മുസ്കുരാക്കർ മകോഡ പകഴ്ത്തേ ഹുയി. മുസ്കുരാനാമേനെ പുഞ്ചിരിക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ആ മകോഡെ, അതായത് ആ ചെറിയ പുഴുവിനെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് ഗോപുവിനോട് ചോദിക്കുകയാണ്, കേസെ ഖാനിഹെ, ഞാൻ എങ്ങനെയാണ് ശപഥം ചെയ്യേണ്ടത്? ഇവിടെ ഖാനിഹെ എന്ന് എഴുതിയിട്ടുള്ളൂ, അവിടെ ഉദ്ദേശിക്കുന്നത് കസം ഖാനിഹെ എന്നാണ്. കേസെ കസം ഖാനിഹെ ആ ഒരു അർത്ഥമാണ് അവിടെ എടുക്കേണ്ടത്. എപ്രകാരമാണ് ഞാൻ പ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നവൾ ഗോപുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ ഗോപു എന്താ പറഞ്ഞു കൊടുക്കുന്നത്? അരേ ജേസെ മാസ്റ്റർജി ബുൽവാത്തേ ഹെ. അപ്പൊ സ്കൂളിലെ മാസ്റ്റർജി നമ്മെ കൊണ്ട് പറയിപ്പിക്കാറില്ലേ, അതുപോലെയാ പറയേണ്ടത്. ബോൽ പറയ, മേ കസം ഖാത്തി ഹൂ, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പൊ ചുന്നി എന്താ ചെയ്യുന്നത്? അവൾ ഗോപു പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പറയുകയാണ്, മേ കസം ഖാത്തി ഹൂ, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പൊ ബാക്കി ഭാഗം കൂടി ഗോപു പറഞ്ഞു കൊടുക്കുകയാണ്, കി ഹം ചുപ്കെ സെ ദൂസരെ ഗാവ് ജായേങ്കി, നാം ആരോടും മിണ്ടാതെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. അപ്പൊ അതുപോലെ തന്നെ ചുന്നി ഏറ്റു പറയുകയാണ്, കി ഹം ചുപ്കെ സെ ദൂസരെ ഗാവ് ജായേങ്കി, നമ്മൾ ആരോടും പറയാതെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. അപ്പൊ അടുത്ത് ഗോപു എന്താ പറഞ്ഞു കൊടുത്തത്? ഓർ ചുപ്കെ സെ ടി വി ദേഖർ ആയേങ്കി, എന്നിട്ട് ആരോടും പറയാതെ ടി വി കണ്ടിട്ട് മടങ്ങി വരും. അപ്പൊ ഗോപു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചുന്നിക്ക് വല്ലാതെ ചിരി വരുന്നുണ്ട്. എങ്കിലും ഹസി രോക്തി ഹുയി, അവൾ ആ ചിരി അമർത്തിക്കൊണ്ട് ഗോപു പറയുന്നത് പോലെ ഏറ്റു പറയുകയാണ്, അവർ ചുപ്കേസെ ടി വി ദേഖർ ആയെങ്കിൽ, ആരോടും പറയാതെ ടി വി കണ്ടിട്ട് മടങ്ങി വരും. അപ്പൊ തുടർന്ന് ഗോപു എന്താ പറഞ്ഞു കൊടുത്തത്? ഒരേ ബാത് കിസിക്കോ നഹീം ബതായെങ്കിൽ, നാം ഈ പോകുന്ന കാര്യം ആരോടും പറയില്ല. മാങ് കോഫി നഹീം, അമ്മയോട് പോലും പറയില്ല. അപ്പൊ ഗോപു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലല്ലു പെട്ടെന്ന് സംസാരിക്കുകയാണ്. ബീച്ച് മേ ടോക്കർ, ടോക്കിനാമേനെ തടസ്സം സൃഷ്ടിക്കുക. അപ്പൊ അവൻ ആ പ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുന്നതിനിടയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ലല്ലു ചോദിക്കുകയാണ്, മാംകോ കേസെ ബതായെങ്കിൽ, എങ്ങനെയാണ് അമ്മയോട് പറയാൻ കഴിയുക? മാന്തോ സോരഹി ഹെ, അമ്മ ഉറങ്ങിക്കിടക്കുകയല്ലേ, അപ്പൊ പിന്നെ അമ്മയോട് പറയാൻ കഴിയില്ലല്ലോ എന്ന് ലല്ലു ചോദിക്കുകയാണ്. അപ്പൊ ഗോപു എന്താ പറഞ്ഞത്?
हाँ മാം तो सो रही है. ശരിയാണ്, അമ്മ ഉറങ്ങിക്കിടക്കുകയാണ്. അബ് മഗോഡ രഖ് ദേ. ചുന്നി, ആ ചെറിയ പുഴുവിനെ അവിടെ വെച്ചേക്ക്. ചുന്നി എന്താ ചെയ്യുന്നത് എന്ന് ബാഗിൽ കൊടുത്തിട്ടുണ്ട്. ചുന്നി മഗോഡ രഖ് ദേത്തി ഹെ. ചുന്നി ആ മഗോഡയെ അല്ലെങ്കിൽ ആ ചെറിയ പുഴുവിനെ അവിടെ ഒരിടത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഹാത്ത് ചാട്തി ഹെ. ചാട്നമേനെ പൊടി തട്ടിക്കളയുക. ആ കയ്യിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് കൈ വൃത്തിയാക്കുന്നു. അപ്പൊ ഈ സമയം ഗോപു എന്താ പറഞ്ഞത്? അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആകെ ബെഡ്തേ ഹുയെ. അവരിങ്ങനെ മുന്നോട്ട് പോയിട്ട് തന്റെ കൂട്ടുകാരോട് പറയുകയാണ് तो फिर चलो. ശരി, എല്ലാവരും നടന്നോളൂ. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ ഇപ്രകാരം കൊടുത്തിരിക്കുകയാണ് തീനോം ബച്ചെ കച്ചി സഡക് പർ ആകെ ബഡ് ജാതേ ഹെ. അപ്പൊ ആ മൂന്ന് കുട്ടികളും കച്ചി സഡക് പർ, ആ പഴകിയ അല്ലെങ്കിൽ തകർന്ന റോഡിലൂടെ ആകെ ബഡ് ജാതേ ഹെ, മുന്നോട്ട് പോകുന്നു. देखिए बच्चों, यहाँ हमें पटकथा के एक दृश्य से परिचित होने का अवसर मिला है. അപ്പോൾ ഇവിടെ നമുക്ക് ടി വി എന്ന ആ തിരക്കഥയുടെ ഒരു സീൻ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. तो देखिए यहाँ बच्चे कहाँ जाने का निर्णय लेते हैं. അപ്പോൾ നോക്കുക, ഇവിടെ ഈ കുട്ടികൾ, പ്രത്യേകിച്ചും ഗോപുവും അവന്റെ സുഹൃത്തുക്കളും എവിടെ പോകുവാനാണ് തീരുമാനിച്ചത്? ഹാ, ദൂസരെ ഗാവ്, അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതിനാണ് അവർ തീരുമാനിച്ചത്. तो यहाँ बच्चे दूसरे गांव की ओर जाने का निर्णय क्यों लेते हैं? അപ്പൊ ഇവിടെ ഈ കുട്ടികൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതിന് തീരുമാനിക്കുവാനുള്ള കാരണം എന്താണ്? ഹാ, ടി വി ദേഖ്നെ കെ ലിയെ. ടി വി കാണുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടികൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചത്. യഹാ ബച്ചെ കിസെ പകഡ്കർ കസം ഖാത്തെ ഹെ. ഇവിടെ ഗോപുവും അവന്റെ സുഹൃത്തുക്കളും എന്തിനെ പിടിച്ചാണ് സത്യം ചെയ്യുന്നത്? ഹാ, മഗോഡേക്കോ, ഒരു ചെറിയ പുഴുവിനെ കയ്യിലെടുത്ത് അതിനെ പിടിച്ചാണ് സത്യം ചെയ്യുന്നത്. तो देखिए बच्चों, अब हमें पटकथा के इस दृश्य के आधार पर आपके पाठ्य पुस्तक की पन्ना संख्या 16 में दी हुई तालिका की पूर्ति करनी है. ഇനി നമുക്ക് ഈ സീനിനെ അടിസ്ഥാനമാക്കി, ഈ ഒന്നാമത്തെ സീനിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 16ാമത്തെ പേജിൽ നൽകിയിട്ടുള്ള ഒരു ചാർട്ട് അത് നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. देखिए यहाँ इस तालिका के फर्स्ट कॉलम में ദൃശ്യ ലിഖാ ഹെ. അപ്പൊ ഇവിടെ ഈ ലിസ്റ്റിലെ ആദ്യ കോളത്തിൽ ദൃശ്യ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇവിടെ നാം സീൻ നമ്പറാണ് സൂചിപ്പിക്കേണ്ടത്. യഹാ ഹം ലിഖ് സക്തേ ഹൈ കി സീൻ 1. ഇവിടെ നമുക്ക് സീൻ 1 എന്ന് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ ദൃശ്യ 1 എന്ന് എഴുതാവുന്നതാണ്. ആകെ ഹമേ സ്ഥാൻ ലിഖ്നാ ഹെ. സ്ഥാൻ എന്ന ഈ കോളത്തിൽ നമുക്ക് എഴുതേണ്ടത് ഈ ഒന്നാമത്തെ സീനിലെ ആ സംഭവം എവിടെയാണ് നടന്നത്, അതായത് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഏതാണ് എന്നുള്ളതാണ്. യഹാ ഹം ലിഖ് സക്തേ ഹൈ കി ഗോപു കെ ഘർ കെ ബാഹിർ കി കച്ചി സഡക്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക? ഗോപുവിന്റെ ഘർ കെ ബാഹിർ കി, വീടിന് പുറത്തുള്ള കച്ചി സഡക്, പഴകിയ അല്ലെങ്കിൽ തകർന്ന റോഡ്. ആകെ ഹമേ സമയ ലിഖ്നാ ഹെ. ഇനി നമുക്ക് ഈ സീൻ ഏത് സമയത്താണ് ചിത്രീകരിക്കേണ്ടത് എന്നാണ് അവിടെ സൂചിപ്പിക്കേണ്ടത്. യഹാ ഹം ലിഖ് സക്തേ ഹൈ കി ദോപഹർ കെ 2 ബജെ. അപ്പൊ ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് 2 മണി സമയം എന്ന് എഴുതാവുന്നതാണ്. ആകെ ഹമേ ഘട്ന കി സൂചന ദേനി ഹെ. ഇനി നമുക്ക് ആ സീനിൽ എന്ത് സംഭവമാണ് ചിത്രീകരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. देखिए इस सीन की घटना तो यह है कि बच्चे, കുട്ടികൾ ടി വി देखने के लिए, ടി വി കാണുന്നതിന് വേണ്ടിയിട്ട് दूसरे गांव जाने का निर्णय लेते हैं, അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതിന് തീരുമാനിക്കുന്നു. അതാണ് ഈ സീനിൽ ചിത്രീകരിക്കുന്ന സംഭവം. और आगे हमें पात्रों की सूचना देनी है. അപ്പോൾ ഇനി ഈ ലിസ്റ്റിൽ അവസാനമായിട്ട് ഇവിടെ നമുക്ക് ഈ സീനിൽ ഏതൊക്കെ കഥാപാത്രങ്ങളാണ് അഭിനയിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. ഹാ, ഈ സീൻ കെ പാത്ര ഹെ ഗോപു, ചുന്നി ഓർ ലല്ലു. അപ്പൊ ഈ സീനിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഗോപു, ചുന്നി, ലല്ലു. ഈ 3 കുട്ടികളാണ് ഈ സീനിൽ വരുന്ന കഥാപാത്രങ്ങൾ. देखिए बच्चों, अब हमें टीवी नामक पटकथा के दूसरे दृश्य की ओर ध्यान देना है. ഇനി നമുക്ക് ടി വി എന്നു പേരുള്ള ഈ തിരക്കഥയുടെ രണ്ടാമത്തെ സീൻ പരിചയപ്പെടാവുന്നതാണ്. देखिए यहाँ क्या क्या घटनाएं घटित हो रही है. അപ്പോൾ ഈ രണ്ടാമത്തെ സീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം.
देखिए यहाँ सीन नंबर दिया है सीन 2. അപ്പോൾ ഇവിടെ സീൻ നമ്പർ നൽകിയിട്ടുണ്ട് सीन 2, सीन 2 എന്ന്. सीन नंबर लिखने के बाद घटनास्थल अर्थात लोकेशन लिखा है. അപ്പോൾ സീൻ നമ്പർ എഴുതിയതിനു ശേഷം ആ സംഭവം നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ സീൻ ഷൂട്ട് ചെയ്യേണ്ടുന്ന ലൊക്കേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. देखिए यहाँ लिखा है पहाड़ की पगडंडी. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് പർവ്വതത്തിലെ നടപ്പാത എന്നാണ്. അപ്പോൾ പർവ്വതത്തിലേക്കുള്ള നടപ്പാതയിലാണ് ഈ സീൻ ചിത്രീകരിക്കേണ്ടത്. ആകെ ക്യാ ലിഖാ ഹെ, തുടർന്ന് എന്താണ് എഴുതിയിട്ടുള്ളത്? ഹാ ഘട്ന കാ സമയം, ആ സംഭവം നടക്കുന്ന സമയമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. देखिए यहाँ लिखा है दोपहर के 3 बजे. ഇപ്പൊ ഇവിടെ ഏത് സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ സീൻ ചിത്രീകരിക്കേണ്ടുന്നത്? दोपहर के 3 बजे है, ഉച്ചയ്ക്ക് ശേഷം 3 മണിയാണ് സമയം. ആകെ ഹമേ ദൃശ്യ കാ ലഘു വിവരൺ ദേനാ ഹെ. ഇനി നമുക്ക് ആ സീനിനെ സംബന്ധിക്കുന്ന ഒരു ചെറിയ വിവരണമാണ് നൽകേണ്ടത്. देखिए यहाँ लिखा है बच्चे मेघनत से पहाड़ की पगडंडी चढ़ रहे हैं. बच्चे കുട്ടികൾ മേഘ്നത്ത് സെ, മേഘ്നത്ത് മേനെ ഹാർഡ് വർക്ക്, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഹാഡ് കി പഗ്ഡണ്ടി ചढ़ रहे हैं, ആ പർവ്വതത്തിലുള്ള നടപ്പാതയിലൂടെ കയറി മുന്നോട്ട് പോവുകയാണ്. സാമനെ വാലി ഏക ചോട്ടി പർ ടിവി ടവർ ദിഖ് രഹാ ഹെ. അപ്പോൾ വളരെ അടുത്ത് തന്നെയുള്ള മറ്റൊരു കുന്നിൽ അല്ലെങ്കിൽ മറ്റൊരു പർവ്വത ശിഖരത്തിൽ ടിവി ടവർ കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ നോക്കുക, സാധാരണയായി ഓരോ സീനിലും ആ സീനിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയെന്നും അവരുടെ വയസ്സുമൊക്കെ അവിടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ കുട്ടികളുടെ പേരോ വയസ്സോ ഒന്നും തന്നെ ഈ രണ്ടാമത്തെ സീനിൽ സൂചിപ്പിച്ചിട്ടില്ല. കാരണം ഒന്നാമത്തെ സീനിൽ അതെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സീനിന്റെ തുടർച്ചയായതുകൊണ്ടും കഥാപാത്രങ്ങളിൽ യാതൊരു മാറ്റമില്ലാത്തതുകൊണ്ടുമാണ് ഇവിടെ അക്കാര്യങ്ങൾ ഒന്നും തന്നെ ആവർത്തിച്ച് എഴുതാത്തത്. ദൃശ്യ കാ ലഘു വിവരൺ ദേനെ കെ ബാദ് ക്യാ ലിഖാ ഹെ. അപ്പൊ ആ സീനിനെ സംബന്ധിക്കുന്ന ഒരു ചെറിയ വിവരണം നൽകിയതിനു ശേഷം എന്താണ് തുടർന്ന് എഴുതിയിട്ടുള്ളത്? ഹാ സംവാദ് ലിഖാ ഹെ. അപ്പൊ തുടർന്ന് സംഭാഷണമാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താണ് അവിടെ ആ കോൺവെർസേഷനുള്ളിൽ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഗോപുവിന്റെ ഡയലോഗാണ് ആദ്യം നൽകിയിട്ടുള്ളത്. എന്താണ് ഗോപു പറയുന്നത്? ദേഖ, കണ്ടോ നിങ്ങൾ, യഹി വോ ടവർ ഹെ ജിസ്സെ ടി വി ആത്താ ഹെ. ദാ ഈ ടവറിലൂടെയാണ് ടി വി സിഗ്നലുകൾ വരുന്നത്. അപ്പൊ ഗോപു പറഞ്ഞത് ലല്ലുവിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അവൻ ചോദിക്കുകയാണ്, ആത്താ കഹാ ഹെ, എവിടെന്നാ ഗോപു സിഗ്നൽ വരുന്നത്? ഈ ടവറിൽ നിന്ന് സിഗ്നൽ വരത്തൊന്നുമില്ല. ആത്താ ഹോത്താ തോ ഹം ദൂസരേ ഗാവ് ക്യോം ജാത്തെ. അപ്പൊ ഈ ടവറിൽ നിന്ന് ഇങ്ങനെ സിഗ്നൽ വരുമായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ടി വരുമായിരുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് ഗോപു പറയുകയാണ്, ചുന്നി ഈ ലല്ലു ഏകദം ലല്ലു ഹേന. ഈ ലല്ലു ഉണ്ടല്ലോ, അവൻ വെറും ഒരു ലല്ലു ആയി പോയല്ലോ. ഇപ്പൊ സാധാരണയായിട്ട് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതൊരു മണ്ടത്തരമാണ് എങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ പറയാറുണ്ട്, ഇവൻ തീരെ ഒരു മണ്ടനായി പോയല്ലോ, എന്താണ് ഇവൻ സംസാരിക്കുന്നത് എന്നൊക്കെ. ബാബാനെ ബതായ ഥാ നാ കി ഇസി ടവർ സെ ദൂസരെ ഗാവ് മേ ടി വി ആത്താ ഹെ. ഇവിടെ ബാബ എന്ന് നൽകിയിട്ടുണ്ട്. देखिए ബാബ കാ മത്ലബ് ഹെ ഫാദർ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെയും ബാബ എന്ന് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പൊ അച്ഛനെ അല്ലെങ്കിൽ മുത്തച്ഛനെയും ബാബ എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് അച്ഛൻ എന്ന് അർത്ഥം എടുക്കാം. ബാബാനെ ബതായ ഥാ നാ, അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ ചുന്നി, കി ഇസി ടവർ സെ ദൂസരെ ഗാവ് മേ ടി വി ആത്താ ഹെ. ഈ ടവറിൽ നിന്ന്, ഈ ടി വി ടവറിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തിലേക്കല്ല, മറിച്ച് അപ്പുറത്തെ ഗ്രാമത്തിലേക്കാണ് ടി വി സിഗ്നലുകൾ വരുന്നത്. और क्योंकि हमारा गांव पहाड़ के इस तरफ है. കാരണം നമ്മുടെ ഗ്രാമം പർവ്വതത്തിന്റെ ഇപ്പുറത്തെ ഭാഗത്താണ്, ടവർ ഇരിക്കുന്നത് മറുഭാഗത്താണ്. ഹമാരെ മേ നഹി ആത്താ ഹെ, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ടി വി സിഗ്നലുകൾ ഒന്നും തന്നെ ഈ ടവറിൽ നിന്ന് ഹമാരെ മേ നഹി ആത്താ ഹെ, നമ്മുടെ ഗ്രാമത്തേക്ക് വരില്ല. ഇത് അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ, ഈ ലല്ലുവിന് ഇതൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഗോപു പറയുകയാണ്. അപ്പൊ ചുന്നി എന്ത് മറുപടിയാ പറഞ്ഞത്? ഹാ ശരിയാണ്, ഗോപു പറഞ്ഞത് ശരിയാണ്. മേരെ ബാപ്പുവിനെ തോ ബക്സ ഓർ ആന്റിന ഭി ഖരീദ് ലിയാ ഥാ. ബാപ്പു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫാദർ എന്നാണ്. മേരെ ബാപ്പുവിനെ തോ, എന്റെ അച്ഛൻ ബക്സ ഓർ ആന്റിന ഭി ഖരീദ് ലിയാ ഥാ. അപ്പോ ബക്സ, ബക്സ എന്ന് വെച്ചാൽ ബോക്സ്, ഇവിടെ സെറ്റ് ഓഫ് ബോക്സ് ആണ് സൂചിപ്പിക്കുന്നത്. ആന്റിനയിൽ നിന്നുള്ള സിഗ്നലുകൾ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ബോക്സും ആന്റിനയും എന്റെ അച്ഛൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ എന്താ ചെയ്തത്? ഹംനെ ആന്റിനാക്കോ സബ് തരഫ് ഘുമായ, ഞങ്ങൾ ആ ആന്റിനെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്തു? ഘുമായ, ഘുമാന മേനെ ടു റോൾ, വട്ടം ചുറ്റിക്കുക, എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തിരിച്ചു വെച്ച് നോക്കി.
पर टीवी പകടാ ഹി നഹി. എന്നിട്ടും ടി വി സിഗ്നലുകൾ അതിലൂടെ റിസീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സമയം ഗോപു എന്താ പറഞ്ഞത്? ടി വി തോ ജാദു ഹെ. അറിയോ, ടി വി വല്ലാത്തൊരു മാജിക് ആണ്, ഒരു മാജിക് ബോക്സ് ആണത്. ഏസേ ധോഡേ ഹി പകടേക. അപ്പൊ ഇത്തരത്തിലുള്ള ചെറിയ സിഗ്നലുകൾ റിസീവ് ചെയ്തിട്ട് മനോഹരമായ ദൃശ്യങ്ങൾ കാട്ടിത്തരുന്ന ഒരു മാജിക് ആണ് ടി വി. ഹായ്, ക്യാ ചീസ് ഹെ ടി വി. ഹോ, എത്ര വിചിത്രമായൊരു വസ്തുവാണ് ടി വി. അപ്പോൾ ഇത്തരത്തിൽ ടി വിയെ കുറിച്ചുള്ള മനോഹരമായൊരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഗോപു എന്താണ് ചെയ്യുന്നത് നോക്കുക. അവിടെ ബ്രാക്കറ്റിൽ എന്താണ് നൽകിയിരിക്കുന്നതെന്ന്. ഗോപു ടി വി കി യാദോ മേ ഖോയാ ഹുവ ആകെ ബെഡ്താ ഹെ. ഗോപു ടി വിയെ കുറിച്ചുള്ള മധുരതരമായ ആ ഓർമ്മകളിൽ മുഴുകി ആകെ ബെഡ്താ ഹെ, അവൻ മുന്നോട്ട് പോകുന്നു. ബാക്കി ദോനോം ഉസ്കെ പീछे പീछे ചൽ രഹേ ഹെ. മറ്റു രണ്ട് കുട്ടികളും ഗോപുവിന്റെ പുറകിൽ നിന്നായി നടന്നു നീങ്ങുന്നു. देखिए बच्चों, यहाँ हमें पटकथा के दूसरे दृश्य से परिचित होने का अवसर मिला है. അപ്പോൾ ഇവിടെ നമുക്ക് തിരക്കഥയുടെ രണ്ടാമത്തെ സീൻ പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. तो बताइए, यहाँ बच्चे पहाड़ की पगडंडी से होकर दूसरे गांव जाते वक्त क्या देखते हैं? അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ പർവ്വതത്തിലെ ആ നടപ്പാതയിലൂടെ സഞ്ചരിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് വഴിയിൽ കണ്ടത്? ടി വി ടവറാണ് കുട്ടികൾ അവിടെ കണ്ടത്. देखिए, यहाँ गोबू के गांव में टीवी नहीं आता था. इसके क्या कारण हो सकते हैं? അപ്പോൾ ഇവിടെ ഗോപുവിന്റെ ഗ്രാമത്തിൽ ടി വി സിഗ്നലുകൾ ലഭിച്ചിരുന്നില്ല. എന്തായിരിക്കാം അതിന്റെ കാരണം? ടി വി ടവർ तो पहाड़ के दूसरे तरफ के गांव की ओर घुमाकर रखा था. അപ്പോൾ ഇവിടെ ആ ടി വി ടവർ പർവ്വതത്തിന്റെ മറുഭാഗത്തുള്ള ആ ഗ്രാമത്തിലേക്കാണ് തിരിച്ചു വെച്ചിട്ടുള്ളത്. ലേക്കിൻ ഗോപു കാ ഗാവ് തു പഹാഡ് കെ ഇസ് തരഫ് ഹെ. എന്നാൽ ഗോപുവിന്റെ ഗ്രാമം പർവ്വതത്തിന്റെ ഇപ്പുറത്തെ ഭാഗത്താണ്. ഇസ്ലിയെ ഗോപു കെ ഗാവ് മേ ടി വി നഹീം ആതാ താ. അതുകൊണ്ടാണ് ഗോപുവിന്റെ ഗ്രാമത്തിൽ ടി വി സിഗ്നലുകൾ ഒന്നും തന്നെ ലഭ്യമാകാത്തത്. ठीक है बच्चों, अब हमें पटकथा के इस दूसरे दृश्य के आधार पर आपके पाठ्य पुस्तक की पन्ना संख्या 16 में दी हुई तालिका की पूर्ति करनी है. ഇനി നമുക്ക് തിരക്കഥയുടെ ഈ രണ്ടാമത്തെ സീനിനെ ആസ്പദമാക്കി നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ 16ാമത്തെ പേജിൽ നൽകിയിട്ടുള്ള ആ ചാർട്ട് പൂർത്തീകരിക്കാവുന്നതാണ്. देखिए, यहाँ इस तालिका के फर्स्ट कॉलम में हमें दृश्य संख्या लिखना है. അപ്പോൾ ഇവിടെ ഈ ഒരു ലിസ്റ്റിലെ ഒന്നാമത്തെ കോളത്തിൽ, അതായത് ദൃശ്യ എന്ന് എഴുതിയിട്ടുള്ള ആ കോളത്തിൽ നമുക്ക് സീൻ നമ്പർ ആണ് എഴുതേണ്ടത്. यहाँ हम लिख सकते हैं സീൻ 2. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ കഴിയും സീൻ 2 എന്ന്. കാരണം രണ്ടാമത്തെ സീനാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തത്. आगे हमें लिखना है इस सीन की घटना कहाँ घटित होती है. ഈ സീനിലെ സംഭവം അല്ലെങ്കിൽ ഈ സീനിൽ പ്രതിപാദിക്കുന്ന ആ സംഭവങ്ങളൊക്കെയും എവിടെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് നടന്നത്. അപ്പോൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടത്. यहाँ हम लिख सकते हैं कि पहाड़ की पगडंडी. അപ്പോൾ ഈ രണ്ടാമത്തെ സ്ഥാൻ എന്ന കോളത്തിൽ നമുക്ക് എഴുതാൻ കഴിയും പഹാഡ് കി പഗ്ഡൻഡി, പർവ്വതത്തിലുള്ള നടപ്പാത. ആകെ ഹമേ സമയ ലിഖന ഹെ. ഇനി നമുക്ക് അതിൽ സമയമാണ് സൂചിപ്പിക്കേണ്ടത്. ഇവിടെ നമുക്ക് എഴുതേണ്ടത് ആ രണ്ടാമത്തെ സീനിലെ സംഭവങ്ങൾ ഏത് സമയത്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ കഴിയും ദുപഹർ കെ 3 ബജെ ഹെ. ഉച്ചയ്ക്ക് ശേഷം 3 മണി സമയത്താണ് ഈ രണ്ടാമത്തെ സീനിൽ പ്രതിപാദിക്കുന്ന സംഭവം നടക്കുന്നത്. ആകെ ഹമേ ഈ സീൻ കി ഘട്ന കി സൂചന ദേനി ഹെ. ഇനി നമുക്ക് ഈ സീനിൽ പ്രതിപാദിക്കുന്ന സംഭവം എന്താണ് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. देखिए, इस सीन की घटना तो यह है कि बच्चे टीवी देखने के लिए दूसरे गांव की ओर चले जाते हैं. കുട്ടികൾ 3 പേരും ടി വി കാണുന്നതിന് വേണ്ടിയിട്ട് ദൂസരെ ഗാവ് കി ഓർ ചലേ ജാതേ ഹെ, അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് ചിത്രീകരിക്കുന്നത്. ആകെ ഹമേ इस सीन के पात्रों की सूचना देनी है. അപ്പോൾ ഈ സീനിലുള്ള കഥാപാത്രങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കേണ്ടത്. देखिए, इस सीन के पात्र हैं ഗോപു, ചുന്നി ഓർ ലല്ലു. അപ്പൊ ഈ സീനിലും ഒന്നാമത്തെ സീനിലുള്ള അതേ കഥാപാത്രങ്ങളാണുള്ളത്. ആരൊക്കെയാണ്? ഗോപു, ചുന്നി ഓർ ലല്ലു. അപ്പൊ ഇത്തരത്തിൽ ഓരോ സീനിലെയും കാര്യങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ലിസ്റ്റ് പൂർത്തീകരിക്കാവുന്നതാണ്. ठीक है बच्चों, आज के क्लास में
हमें टीवी नामक पटकथा के 2 दृश्यों से परिचित होने का अवसर मिला है. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ടിവി എന്ന പേരുള്ള തിരക്കഥയുടെ 2 സീനുകൾ പരിചയപ്പെടുന്നതിന് സാധിച്ചു. इस पटकथा के आगे के भाग को लेकर अगले क्लास में हम फिर मिलेंगे. അപ്പോൾ ഈ തിരക്കഥയുടെ തുടർന്നുള്ള ഭാഗം പരിചയപ്പെടുന്നതിനായി അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നതാണ്. ധന്യവാദം.